ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്നൊരു നല്ല കറുമുറ കുറയ്ക്കാൻ പറ്റിയ സ്നാക്ക് ഉണ്ടാക്കിയാലോ. നല്ല പക്കവട ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നു പക്കവട കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ, എല്ലാം വറുത്ത് പൊടിച്ചൊക്കെ എടുത്ത് കുഴച്ചൊക്കെ ഉണ്ടാക്കണ്ടേ എന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ദോശമാവും കുറച്ച് പൊട്ടുകടലയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഓവറായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് പക്കവട പിഴിഞ്ഞൊഴിക്കരുത്. കൂടുതൽ ക്വാണ്ടിറ്റി ഒരുമിച്ച് പിഴിയരുത്. വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ പിഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കവട നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉഴുന്നിൻ്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ വേഗം പൊരിഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഉഴുന്ന പൊടിയൊന്നും ചേർക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മുടെ ദോശമാവ് കൊണ്ടുള്ള പക്കവട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ദോശമാവ് കൊണ്ട് പക്കവട തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒട്ടും പുളിയില്ലാത്ത ദോശമാവ്, അതായത് നമ്മൾ രാവിലെ ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ദോശമാവ്, അതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊട്ടുകടലയാണ്, കടലപ്പരിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ വെറുതെ കഴിക്കാനൊക്കെ എടുക്കില്ല, അതുപോലെ അവൽ വിളയിച്ചതിലൊക്കെ ഇടില്ല, ആ ഒരു പൊട്ടുകടല. പിന്നെ എടുത്തിരിക്കുന്നത് ജീരകം വറുത്ത് പൊടിച്ചത്, കായപ്പൊടി, മുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ദോശമാവിൽ ഉപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. എൻ്റെ കയ്യിലുള്ള ദോശമാവിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ചേ ചേർക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പൊട്ടുകടലയൊന്ന് പൊടിച്ചെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്യാനൊന്നും വേണ്ട കേട്ടോ, വെറുതെ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കണം. തരി ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ പൊടിച്ചതിന് ശേഷം. ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പക്കവട കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ തരിയില്ലാതെ പൊടിച്ചെടുക്കുക എന്ന് പറയുന്നത്. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക എപ്പോഴും പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ പൊട്ടുകടല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടുകടലയല്ല നിങ്ങൾ കടലമാവാണ് എടുക്കുന്നതെങ്കിൽ കടലമാവ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. കടലമാവിൻ്റെ ആ ഒരു പച്ചപ്പ് ഉണ്ടാവരുത്, അതുകൊണ്ട് ചൂടാക്കിയിട്ട് എടുക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് തന്നെ ചേർത്തിട്ട് കടലമാവ് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പക്കവട റെഡിയാക്കാം. പക്ഷേ കടലമാവിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ പൊടിച്ച പൊട്ടുകടല മാറ്റി വയ്ക്കുക. നമ്മുടെ ബൗളിലേക്ക്, നമ്മൾ ഏത് ബൗളിലാണോ മിക്സ് ചെയ്യുന്നത് അതിലേക്ക് നമ്മുടെ ദോശമാവ് മാറ്റുക. ഈ ദോശമാവ് എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്ന് വറുത്ത് പൊടിക്കണ്ട, അതുപോലെ തന്നെ അരിപ്പൊടി വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ് നമുക്ക്. ഈ ദോശമാവിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ, നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ എത്രത്തോളം താല്പര്യമുണ്ടോ അതനുസരിച്ച്, ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. ജീരകം വറുത്ത് പൊടിച്ചത്, നമ്മുടെ ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ് വറുത്ത് പൊടിച്ചത്. അതുപോലെ തന്നെ കായപ്പൊടി 1/2 ടീസ്പൂൺ. കായത്തിൻ്റെ ഫ്ലേവർ നല്ലോണം വേണം പക്കവടയ്ക്ക്, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടുകടലയുടെ പൊടി. ഇത് 2 പ്രാവശ്യമായിട്ട് ചേർക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പത്തിനാണ് 2 പ്രാവശ്യമായിട്ട് ചേർക്കുന്നത്. പിന്നെ ഈ പൊട്ടുകടലയ്ക്ക് ആവശ്യമായ ഉപ്പ്, ചെറിയൊരളവിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ചേർക്കരുത്, ആ ദോശമാവിൻ്റെ നനവിൽ നമുക്കിത് മിക്സായി കിട്ടണം. പിന്നെ ദോശമാവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊട്ടുകടല പൊടിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. അരിപ്പൊടിയൊന്നും ചേർക്കരുത്. അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ പക്കവടയുടെ ടെക്സ്ചർ തന്നെ അങ്ങോട്ട് മാറിപ്പോവും. ഇനി നമുക്ക് വീണ്ടും ബാക്കിയിരിക്കുന്ന പൊട്ടുകടല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചേർക്കുന്നത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. വീണ്ടും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് 1-2 ടീസ്പൂൺ ദോശമാവ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇനി ഞാനൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പക്കവടയുടെ മാവ് നമ്മൾ കുഴച്ചെടുത്തു. ഞാൻ ഇതിലേക്ക് വേറെ എക്സ്ട്രാ ദോശമാവോ അതുപോലെ തന്നെ പൊട്ടുകടലയുടെ പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാകം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ പക്കവട പിഴിഞ്ഞെടുക്കാം. എണ്ണ ചൂടാക്കുമ്പോൾ നമ്മളെപ്പോഴും പരന്ന പാനിൽ ചൂടാക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള മിക്സ്ചർ, ഇതുപോലെയുള്ള സ്നാക്സൊക്കെ റെഡിയാക്കുമ്പോൾ പരന്ന പാനിൽ ചുറ്റിച്ചൊഴിക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനൊരു പരന്ന പാനിൽ എണ്ണ ചൂടാക്കി എടുക്കട്ടെ.
അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ നമ്മുടെ മാവ് ദാ ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഹോളുള്ള പക്കവടയുടെ അച്ചാവാം, ചില്ലാവാം, അല്ലെങ്കിൽ 2-3 ഹോളുള്ള ചില്ലാവാം. അപ്പോൾ ഇതെപ്പോഴും പിഴിയുമ്പോൾ കുറച്ചായിട്ട് പിഴിയാട്ടോ. നമ്മൾ ദോശമാവാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് പിഴിഞ്ഞിട്ട് ഉണ്ടാക്കുക. കൂടുതൽ ഒരേ സമയം പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ വല്ലാതെ അങ്ങ് മൊരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് പിഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂടായിരിക്കണം. പിന്നീട് എണ്ണ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇട്ട് പിഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും. ഒന്ന് പതയൊക്കെ അടങ്ങി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത സൈഡിലേക്ക് തിരിച്ചിടുക. അപ്പോൾ ഇതാ എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് പതയൊക്കെ അടങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ പതുക്കെ അടുത്ത സൈഡിലേക്ക്. ഇപ്പോൾ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലാണ്. ഞാൻ 2 ചുറ്റിയുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത് ചില്ല് ആ ഒരു കൂടിയ ഹോൾസ് ഉള്ള ചില്ലാണ്, 4 ഹോൾസ് ഉള്ള ചില്ലാണ്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി വീണത്. ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട കേട്ടോ. നമുക്ക് ശരിക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് പിഴിഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. നമ്മൾ അരിപ്പൊടിയും ഉഴുന്നും ചേർത്ത് ചെയ്യുമ്പോൾ എടുക്കുന്ന അത്രയും സമയമൊന്നും എടുക്കില്ല. ദോശമാവിൽ ചെയ്യുമ്പോൾ വേഗം കുക്കായി കിട്ടും. ഇനി നമുക്കിതൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ എണ്ണ കുറച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിച്ചൺ പേപ്പറിലേക്ക് മാറ്റുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ഈ സൈഡും കൂടി മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ പക്കവടയുടെ ഫസ്റ്റ് ബാച്ച് ഇതാ റെഡി ആയി കഴിഞ്ഞു. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റാണ്. കണ്ടോ, ചെറിയൊരു ബാച്ച് പിഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇതുപോലെ നമുക്കൊരു 2-3 പ്രാവശ്യം പിഴിയുമ്പോൾ തന്നെ നമുക്കൊരു ദിവസം വൈകിട്ട് ചായക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ആയിക്കോളും. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ പിഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം ലാസ്റ്റ് ചെയ്യുന്ന കാര്യവും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പക്കവട പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ബാക്കി പിഴിയട്ടെ. അപ്പോൾ നമ്മുടെ പക്കവട മുഴുവൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പിലയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കറിവേപ്പില ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്യാൻ കേട്ടോ നല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊട്ടി തെറിക്കില്ല, നമുക്ക് കോരി എടുക്കാൻ എളുപ്പമായിരിക്കും, വല്ലാതെ അങ്ങോട്ട് സ്പ്രെഡായി പോവില്ല. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറും കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ് നമ്മുടെ പക്കവടയ്ക്ക്. അപ്പോൾ നമുക്കിതും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം പക്കവട. അപ്പോൾ നമ്മുടെ പക്കവടയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇത്രയും അല്ല കേട്ടോ, ഇത്രയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് ദോശമാവും 1/4 കപ്പ് പൊട്ടുകടല എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 1/2 കപ്പ് മതിയെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫ്രൈ ചെയ്ത കറിവേപ്പിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, 2 കളറൊക്കെ വരുമ്പോൾ. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടോ ചേർത്തത്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല, ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊരു സ്നാക്ക് ഈ ഒരു പക്കവട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, ദോശമാവ് ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇനി ചെയ്ത് കാണണം എന്ന ആഗ്രഹമുള്ള വീഡിയോകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, റെസിപ്പികൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചെയ്യാത്ത റെസിപ്പികളൊക്കെ ആണെങ്കിൽ ആ റെസിപ്പികളൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാൻ ആ റെസിപ്പികൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യൂ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.